ഹലോ, ഇത് നമ്മുടെ ഷെഫ് പിള്ള സാറുടെ ഇഷ്ടു റെസിപ്പിയാണ്. അതായത് എന്തിൻ്റെ ബീഫ് ഇഷ്ടു. ഏട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഇഷ്ടവും അപ്പക്കറിയും. അപ്പോൾ ഞാനത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു തേങ്ങ ഫുള്ള് ഒരു തേങ്ങ അടിച്ചെടുത്തു, ചിരവിയെടുത്തു. അതിന് നന്നായിട്ട് ഒന്നാം പാൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാൽ എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ രണ്ടാം പാൽ, ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ മൂന്നാം പാലും എടുത്തു. മൂന്നാം പാൽ എന്തിനാ അങ്ങനെ എടുത്തു വെച്ചാൽ, നമ്മൾ ഈ വേവിക്കുന്ന ഇറച്ചി ഉണ്ടല്ലോ, അത് വന്നിട്ട് ഈ മൂന്നാം പാലിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായി കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് 3 പച്ചമുളക്, ഒരു പിടി ചെറിയുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പില 2 ഉരുളക്കിഴങ്ങ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൽ കൂടുതൽ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഈ മൂന്നാം പാലും കൂടി ഒഴിച്ചിട്ട് വേണം നന്നായി കൈ വെച്ച് പുരട്ടി നന്നായി ഇളക്കുക. കൈ കൊണ്ട് തന്നെ ഇളക്കിയാൽ നന്നായിട്ട് എല്ലാവിടെയും പിടിച്ച് നന്നായിട്ടൊരു ഇതായിട്ട് വരും. എന്നിട്ട് അതിനെ ഒരു 5 വിസിൽ വെച്ച് ഞാൻ എടുത്തു. കാരണം എനിക്ക് ഉപ്പിട്ടപ്പോൾ വേവില്ല തോന്നിയ കാരണം അതിനൊരു 5 വിസിൽ വെച്ചു. ഉടയണില്ല, കറക്റ്റായിട്ട് ഒരു അളവിന് വേവുന്നുണ്ട്. അങ്ങനെ അതൊരു 5 വിസിൽ വെച്ചെടുത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഈ തേങ്ങാപ്പീര ഉണ്ടല്ലോ, തേങ്ങാപ്പീരയിൽ പച്ചമുളക്, ചെറിയുള്ളി, ഉപ്പ്, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തു. അത് സാറിൻ്റെ റെസിപ്പി തന്നെയാണ്. എന്നിട്ട് അതിനെടുത്തെടുത്ത് അത് അടിച്ചെടുത്തിട്ട് അത് താളിച്ചു. അത് ഇതായി. അതിൻ്റെ ഇടയിൽ ഇത് വിസിൽ വന്നു. അപ്പം ചുട്ടെടുത്തു. ഇത് കാലത്തേക്കാണ് ഇതൊക്കെ അല്ല. അപ്പോൾ അപ്പം ചുട്ടെടുത്തു. എന്നിട്ട് ഇത് താളിക്കാനായിട്ട് വെച്ചു. വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുരുമുളക്, പെരുംജീരകം കുറച്ച്, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ്, 2 സവോള, ഒരു 3-4 പച്ചമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് ഈ വേവിച്ച ഇറച്ചി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടിട്ട് ഇളക്കുക. എന്തായാലും വെള്ളം കുറഞ്ഞിട്ടില്ല, അതേ വെള്ളം തന്നെയാണ്. കുക്കറിലായതുകൊണ്ട് ആ വെള്ളം വറ്റിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അത് വറ്റട്ടെ വെച്ചിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വറ്റട്ടെ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചു. ഒരുവിധം വറ്റാറാവുമ്പോൾ രണ്ടാം പാലുണ്ടല്ലോ, നമ്മുടെ രണ്ടാം പാല് നന്നായി ഉള്ളിലൊക്കെ പിടിക്കുമ്പോഴേ അതിൻ്റെ ജ്യൂസ് അത് ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ രണ്ടാം പാലും ചേർത്ത് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്തണം, കുരുമുളക് പൊടിയും ചേർത്തുക. മൂന്നാം പാൽ ഒഴിക്കുമ്പോൾ അത് ഒഴിക്കുന്നത് വിട്ടുപോയി. അപ്പോൾ മൂന്നാം പാലും കൂടി ഒഴിച്ച് അത് ഇറക്കി, കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇറക്കി. നല്ല രാവിലത്തെ ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്.